ഹലോ, അപ്പോൾ ഇന്ന് കർക്കിടക സംക്രാന്തിയാണ്. അപ്പോൾ നമ്മൾ ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ലക്ഷ്മി ഭഗവതിയെ അകത്ത് കയറ്റുന്ന അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. പഴയ മുറം, പൊട്ടിയ കലം, അതുപോലെ മഞ്ഞളിൻ്റെ ഇല, അതുപോലെ കൂവയുടെ ഇലയും വേണം. എനിക്കതില്ല ഇവിടെ. പിന്നെ ചേമ്പുംതാള്, പിന്നെ പഴയ ചൂലില്ലേ അത്, പിന്നെ പഴയ അരി, പിന്നെ കല്ലുപ്പ്, പൊട്ടിയ കലം, പിന്നെ പഴംതുണി വേണം. പിന്നെ 3 ഉരുള, ഒന്ന് മഞ്ഞ, ചുവപ്പ്, പിന്നെ കറുപ്പ്. മഞ്ഞ അല്ലെങ്കിൽ വെള്ള ഉരുളയായാലും മതി. ചുവപ്പ് ഉരുള ഉണ്ടാക്കുന്നത് ചുണ്ണാമ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ടാണ്. എന്നിട്ട് തിരിയും കൂടെ വയ്ക്കുക. പിന്നെ നമ്മൾ പുകയ്ക്കുന്ന സാമ്പ്രാണി പുകയ്ക്കില്ലേ, ആദ്യം എടുത്തില്ലേ, അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീടിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ചേട്ടാ ഭഗവതി പോ, ലക്ഷ്മി ഭഗവതി വാവ എന്ന് പറഞ്ഞുകൊണ്ട് വീട് മുഴുവൻ, അകം മുഴുവൻ ഈ പുക കാണിക്കും. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് വരും. പുറത്തും അതുപോലെ തന്നെ 3 തവണ വീട് ചുറ്റും. എന്നിട്ടിത് കളയും. നമ്മൾ എവിടെയാണോ ചവറ് കത്തിക്കുന്നത് അവിടെ കൊണ്ടേ കളയും. ഇന്നിപ്പോൾ നല്ല മഴയാണ്, അതുകൊണ്ട് എല്ലായിടവും നനഞ്ഞു കിടക്കുകയാണ്. പിന്നെ ഈ 3 ഉരുള എന്ന് പറഞ്ഞാൽ ഒന്ന് മഞ്ഞൾ വെച്ചും, പിന്നെ മറ്റേത് മഞ്ഞളും ചുണ്ണാമ്പും വെച്ച് ചുമന്നതും. കറുപ്പ് എന്ന് പറയുന്നത് ഉമ്മിക്കരി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ കിട്ടുന്ന കരി. ഇപ്പോൾ ഉമ്മി കിട്ടാനില്ലെങ്കിൽ അങ്ങനെയും എടുക്കാം. എന്നിട്ട് അത് കത്തിച്ച് വീടിന് ചുറ്റും വലം വയ്ക്കും. അതുപോലെ തന്നെ സത്വ, രജസ്, തമോ ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ 3 ഉരുളകൾ. മഞ്ഞ അല്ലെങ്കിൽ വെള്ള, അതുപോലെ ചുവപ്പ്, കറുപ്പ്. ഇത് നമ്മൾ ചവറൊക്കെ കത്തിക്കുന്നിടത്ത് കൊണ്ട് ഇടും. ഇപ്പോൾ ഇവിടെ മഴ കാരണം ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പുറത്തൊരു കുളിമുറി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കുളിച്ച് കയറും. വടക്ക് വശത്തെ വാതിൽ അടച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ കൂടെയാണ് കയറുന്നത്. എന്നിട്ട് ആ കയറുമ്പോൾ നമ്മൾ ഏതെങ്കിലും വിളക്ക്, ഇപ്പം ഞാൻ ലക്ഷ്മി വിളക്ക് പിടിച്ചാണ് കയറുന്നത്. ലക്ഷ്മി ഭഗവതിയെ അകത്ത് കയറ്റുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അതുപോലെ ചിലയിടങ്ങളിൽ ഇന്ന് ചിക്കനും ദോശയൊക്കെ ഉണ്ടാക്കുന്ന പതിവുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതുപോലെ ചിലയിടത്ത് സംക്രാന്തിക്ക് മൈലാഞ്ചി ഇടും. പക്ഷേ നമ്മൾ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മൈലാഞ്ചി ഇടാറ്, സംക്രാന്തിക്കല്ല. അപ്പോൾ മറ്റന്നാളായിരിക്കും മൈലാഞ്ചി ഇടുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.